ഒരു ചർച്ചയിലൂടെ ഒരുപക്ഷെ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് എല്ലാം കിട്ടിയെന്ന് വരില്ല, കിട്ടിയില്ല എങ്കിലും ഞങ്ങൾ അവരുമായി ഒരു യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് അല്ല നടത്തുന്നത്. ഞങ്ങൾ അവരുമായി ഒരു സമവായത്തിലൂടെ UDF മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ട നടപടികൾ ആയിരിക്കും നിശ്ചയമായും സ്വീകരിക്കുന്നത്. അല്ല, PMC ഇത് ഒപ്പിട്ടതാരാ? ഒപ്പിട്ടത് UDF അല്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ വരുത്തരുത്. PMC എന്ന് പറയുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൽ പോയി ഒപ്പിട്ടത് LDF ഗവൺമെൻറ്റാണ്. LDF ഗവൺമെൻറ് വേണ്ടി അന്നത്തെ വിദ്യാഭ്യാസ സെക്രട്ടറിയാണ് പോയി PMCക്ക് അനുകൂലമായി അവിടെ ഒപ്പിട്ടത്. അപ്പം LDF ഗവൺമെൻറ് കൊണ്ടുവന്ന ഒരു പദ്ധതി എന്നുള്ള നിലയിൽ അതേക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. ഇല്ല, അത് ഞങ്ങളൊന്ന് ചർച്ച ചെയ്യട്ടെ. ഞങ്ങളെല്ലാവരുടെ കൂടിയിരുന്ന് കൂട്ടായി ആലോചിച്ച് എന്താണ് തീരുമാനം എടുക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഞങ്ങൾ അല്ല, UDF യോഗത്തിൽ വരികയാണെങ്കിൽ ഞങ്ങൾ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ ആ തീരുമാനം നിങ്ങളെ കൂടി അറിയിക്കും. അല്ല, അങ്ങനെയാണെങ്കിൽ ഇത് അന്ന് പോയി ഒപ്പിടാൻ വേണ്ടി രഹസ്യമായി ആളിനെ അയക്കണ്ടായിരുന്നല്ലോ. LDF ഗവൺമെൻറ് ഇരുന്ന കാലഘട്ടത്തിൽ രഹസ്യമായി വിദ്യാഭ്യാസ സെക്രട്ടറിയെ പറഞ്ഞുവിട്ട് അതിൽ എഗ്രിമെൻറ്റിൽ ഒപ്പിടാൻ വേണ്ടി പോയത് LDF ഗവൺമെൻറ്റാണ്. ഈ പറയുന്ന അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അറിയാതെയാണ്, അന്നത്തെ മുഖ്യമന്ത്രി അറിയാതെയാണ്, ഒന്നുമല്ലല്ലോ. ഇതൊക്കെ അവർ ചെയ്തതിന് ശേഷം ഇപ്പോൾ തടി തപ്പാൻ വേണ്ടി ആരുടെയെങ്കിലും തലയിൽ വെച്ച് കെട്ടാം എന്നാണ് അവർ ശ്രമിക്കുന്നതെങ്കിൽ അത് തെറ്റാണ്. അല്ല, അത് ഇന്നിപ്പോൾ എനിക്ക് തോന്നുന്നു പ്രതിപക്ഷ നേതാവ് എന്തോ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ മറുപടി പൂർണ്ണമായി ഞാൻ കേട്ടില്ല. അതിനുശേഷം അതിനെക്കുറിച്ച് പ്രതികരിക്കാം. അപ്പോൾ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. ഗവൺമെൻറ്റിന്, സർക്കാരിന്, UDF സർക്കാരിനും അതുപോലെ അല്ല ശരി, രാജിവെച്ചു എന്ന് പറഞ്ഞത് സത്യമാണ്. അല്ല, ഇന്നിപ്പോൾ നമ്മുടെ മഹിളാ കോൺഗ്രസിൻ്റെ രാജ്ഭവൻ മാർച്ച് ഇവിടെ സംഘടിപ്പിച്ചിരുന്നു. ഞാനാണ് പോയി ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിൽ നിന്ന് പല ഇടങ്ങളിലും ആളുകൾ ഇവിടെ വനിതകളെത്തി. ഈ സമരത്തിന് അനുകൂലമായി എല്ലായിടത്തും ഇന്ത്യ രാജ്യത്ത് പലയിടങ്ങളിലും അതിൻ്റേതായ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിനെ വലിച്ചിഴച്ചുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോലീസ് മുമ്പോട്ട് പോയത്. അത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. മാത്രമല്ല, ഒരു ചെറുപ്പക്കാരനെ നേരെ വെടി ഉയർത്തിയത്, പെല്ലറ്റ് ഉപയോഗിച്ച് വെടി ഉയർത്തിയത് ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് ഇവരുടെ അവകാശവാദം. പക്ഷേ അവകാശവാദം തെറ്റാണ് എന്ന് തെളിയിച്ചുകൊണ്ടാണ് ഇന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വന്നിട്ടുള്ളത്. അതെ, ദേശീയ തലത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു മറുപടി എന്നുള്ള നിലയിൽ തന്നെയാണല്ലോ ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം രാജിവെച്ചു എന്ന് പറയുന്നുണ്ട് എങ്കിൽ ഞാനത് കണ്ടില്ല, അതുകൊണ്ടാണ് വാർത്ത വന്നു എന്ന് പറയുമ്പോൾ എന്തായാലും ഈ സർക്കാർ നരേന്ദ്രമോദിജിയുടെ
നേതൃത്വത്തിലുള്ള സർക്കാരിന് പറ്റിയിരിക്കുന്ന ആദ്യത്തെ വീഴ്ചയാണ് ഇന്ത്യ രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹത്തോട് കാണിക്കുന്ന ഏറ്റവും മോശപ്പെട്ട പ്രവർത്തനങ്ങളിലൂടെ അത് രാജിവെക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളത്. ഏതാണ്ട് 20ഓളം കുട്ടികളാണ് മരണപ്പെടാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളൊക്കെ ഡൽഹിയിലുണ്ടായിരുന്നവരാണ്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കുട്ടികൾക്കെതിരെ ഉള്ള അക്രമ പ്രവർത്തനങ്ങൾ, വളരെ മോശപ്പെട്ട തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങളാണ് അവിടെ അഴിഞ്ഞാടിയത്. മോശപ്പെട്ട പ്രവർത്തനം എന്ന് പറയുമ്പോൾ അവരെ വളരെ ഈ കുട്ടികൾ ഒന്നും ഈ ഇന്ത്യ രാജ്യത്തെ കുട്ടികളല്ല എന്നുള്ള തരത്തിലാണ് അവരെ കൈകാര്യം ചെയ്തത്. അതെ, അല്ല, ഇതുപോലെ ഒരു പ്രതിഷേധ സമരം ഇന്ത്യ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ നിന്നുള്ള ആളുകളാണ് ആ സമരത്തിൽ പങ്കെടുത്തത്. അതിനകത്ത് കോൺഗ്രസ് മാത്രമൊന്നുമല്ല, ഞങ്ങളങ്ങനെ അവകാശപ്പെടുന്നുമില്ല. കോൺഗ്രസും അതിൻ്റെ ഒരു ഭാഗമായി മാറി എന്നുള്ളത് സത്യാവസ്ഥയാണ്. പക്ഷേ കോൺഗ്രസ് മാത്രമല്ല, ഈ ഇന്ത്യ രാജ്യത്തെ ചെറുപ്പക്കാരുടെ ഒരു വലിയ മുന്നേറ്റമാണ് അവിടെ കാണാൻ കഴിയും.